പേപ്പേഴ്സ് കിട്ടിയോ? ഓക്കെ. 3 ദിവസത്തിനകം എല്ലാം റെഡി ആവണം. അതേതെങ്കിലും ചീപ്പ് ലോഡ്ജിൽ താമസിച്ചോട്ടെ. ഓക്കെ. ബോയ് ഓപ്പണർ. ഞാൻ തുറന്നോളാം. എന്റെ ബോയ് പുറത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറയും. വനജയെ കൂട്ടിക്കൊണ്ടുവാ. ഹലോ, കൈൻഡ്ലി പുട്ട് മീ ടു മുനിസിപ്പൽ കമ്മീഷണർ. കമ്മീഷണറിലെ ഗോപിയാണ്, ഗ്രാൻഡ് മലബാർ സർക്കസ്. പേപ്പറെല്ലാം എത്രയും വേഗം ശരിയാക്കിയതിന് പ്രത്യേകം താങ്ക്സ് പറയാൻ പറഞ്ഞിരിക്കുന്നു അമ്മാവൻ. ഓപ്പണിംഗ് ഡേ വിത്ത് ഫാമിലി വരണം. ഇൻവിറ്റേഷൻ നാളെ അയക്കും. ഓക്കെ സാർ, താങ്ക് യു. റെസ്റ്റ് 3 സ്റ്റാർ ഹോട്ടലിൽ. ഇപ്പൊ നീ നിന്റെ ഫ്രണ്ട്സും എന്നെ പറ്റി എന്ത് പറയുന്നു? നീ പോയി ആ പെണ്ണിനൊന്ന് വിളിക്ക്. ജാനുവിനെ. അവളെയും കഷ്ടപ്പെടുത്തണോ? കഷ്ടപ്പാടോ? നിനക്കെന്താ എന്റെ ഈ കഷ്ടപ്പാട്? വീട് പണിക്ക് ചോദിക്കുന്നതെല്ലാം പണം, ആഭരണം, ഏങ്ങി വലിച്ചു നടക്കുന്ന നിന്റെ അച്ഛന് എസ്റ്റേറ്റിൽ ജോലി. ഇതൊക്കെയായിരുന്നു നീ അനുഭവിച്ച കഷ്ടപ്പാട്. അവളൊരു സാധു കുട്ടിയാണ്. നിന്നെപ്പറ്റി ഇത് തന്നെ ആദ്യം ആരോ പറഞ്ഞത്. വേണ്ട, അഭിനയം വേണ്ട. പോയി പറയും ഞാൻ വിളിക്കുന്നെന്ന്. വാ, ഇവിടെ വന്നിരിക്കേ. നിനക്ക് ഈ മാസം ഞാൻ ശമ്പളം കൂട്ടുന്നു. നിനക്കൊരു പ്രത്യേക ക്വാർട്ടേഴ്സ്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? രക്ഷകർത്താക്കളുടെ ഉപദ്രവമൊന്നും ഇല്ലല്ലോ ഇനി. ഒരുത്തൻ ക്യാമ്പ് വിട്ടു, മറ്റൊരുത്തൻ ഗുഡ് ബൈ പറഞ്ഞ് ലോകം തന്നെ വിട്ടു. ഇനി നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം. പ്രദർശനം ആരംഭിക്കുന്നു. ഇന്ത്യയുടെ അഭിമാനമായ ഗ്രാൻഡ് മലബാർ സർക്കസ്. മണി 5 ജാനു. ഡ്രസ് ചെയ്യണില്ലേ? ഇന്ന് പരേഡിന് ഞാനില്ല. എന്റെ നമ്പർ ആകുമ്പോഴേക്കും ഞാൻ റെഡി ആവാം. പരേഡിന് ഞാനില്ല, അത് തന്നെ. ഞാനെടുത്തേ ഡ്രസ്.
എനിക്ക് ഇന്നലത്തെ ഹോട്ടലിലെ ചാപ്പാട് വേണ്ട. വേറെ നല്ല സ്ഥലത്തുനിന്ന് വാങ്ങാൻ പറയൂ. ക്യാൻറ്റീനിൽ നിന്ന് ചിക്കൻ ഉണ്ട്. എനിക്ക് പുറത്തുനിന്ന് മതി. കാഷ്യറോട് കാശ് വാങ്ങിക്കോട്ടെ. പറയാം. ഞാനു ക്യാൻറ്റീനോളൊന്ന് വരണം. എന്തിനാ? ഒരാൾ കാത്തിരിക്കുന്നു. ഇന്റർവെൽ ആവട്ടെ. ഈ കുട്ടിക്ക് എന്തു പറ്റി നാണി? അയ്യോ, കുട്ടി ഞാനൊന്നും വിളിക്കല്ലേ. സൗകര്യം കിട്ടുമ്പോഴൊക്കെ മേംസാബെന്ന് വിളിച്ചാ ഗുണമുണ്ടാവും കുഞ്ഞിരാമേട്ടാ. ഷോ തുടങ്ങുമ്പോൾ വന്നു. ഞാൻ ക്യാൻറ്റീനിൽ കാത്തിരിക്കുകയായിരുന്നു. എന്റെ ടെന്റിൽ വരൂ. നിൽക്കൂ, ഞാൻ വിളിക്കാം. നന്ദിയെടുത്തേ. അയാളെ വിളിക്കൂ. വിളിക്കുന്നു. ഇരിക്കൂ. ഇരിക്കാൻ നേരമില്ല. എനിക്ക് ഭാരതിൽ ജോലി കിട്ടി. ചിലവ് കഴിച്ച് 200. നമ്മൾ ടീമായാൽ മാസം 450. ഒറ്റ ദിവസത്തെ ലീവ് എടുത്താണ് ഞാൻ വന്നത്. നമുക്ക് പോകാം. എങ്ങോട്ട്? ഫാമിലി ക്വാർട്ടേഴ്സും കിട്ടും. പിന്നെ ഇതിലും നല്ല ക്വാർട്ടേഴ്സ് ആണോ? ജാനു, ഞാൻ വരുന്നില്ല എവിടേക്കും. ജാനു, വൈകിപ്പോയി. ഭാസ്കരൻ വന്നപ്പോഴേ നിന്റെ മട്ടുമാറി. അയാൾ പോയില്ലേ? ഇനി ആരൊക്കെത്താ നിന്റെ ഇരിപ്പ്? ഒരു കുടില് മതിയായിരുന്നു. അതില്ലെങ്കിലും രക്ഷിക്കാൻ ആരെങ്കിലും അരികത്ത്. ഇപ്പൊ കണ്ടില്ലേ, എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ട്. പക്ഷേ അവന്റെ തടവിൽ. അറിയാം. അതെ, തടവ് തന്നെയാണ് അവസാനം കിട്ടിയത്. പക്ഷെ ഇതായതുകൊണ്ട് ഇതിലാവുന്നത്ര കഴിയാമെന്ന് ഒരു ദിവസം നിശ്ചയിച്ചു. പൊയ്ക്കൊള്ളൂ. എനിക്ക് സമയമില്ല. എനിക്ക് സമയമില്ല പോകാൻ. നാണിയെടുത്തി. ഒന്നുമില്ല. നാണിയെടുത്ത് എന്നെ വെറുക്കല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടി. എണീറ്റ് മുഖം കള്ളു. നേരായി.